ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമുക്കൊരു നൂഡിൽസ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ ആദ്യം നല്ല തിളച്ച വെള്ളത്തിൽ ഈ നൂഡിൽസ്, ഒരു പാക്കറ്റ് നൂഡിൽസ് പൊട്ടിച്ചിട്ടു. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ, പിന്നെ കുറച്ച് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ഇത് വേവിക്കണം. പിന്നെ അത് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത്യാവശ്യം വലിയൊരു കടായി എടുക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ബട്ടർ ഒഴിച്ചാലും കുഴപ്പമില്ല, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിലും നല്ലതാണ്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച വെളുത്തുള്ളി അതൊന്ന് ഇട്ട് നന്നായിട്ട് വഴറ്റണം. വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ട് ചെറുതായി മിക്സ് ചെയ്യാം. ഇതിലും ചെറുതായിട്ട് മുറിക്കുക കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്, ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈവൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ റെസിപ്പിയിൽ ജിഞ്ചർ ചേർത്തിട്ടില്ല. ഇതായിട്ട് കുറച്ച് പച്ചമുളക്, ചോപ്പ് ചെയ്ത പച്ചമുളക് ഇതിലേക്ക് ഇടാം. നമുക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. ഇതിനായിട്ട് നമ്മൾ വെജിറ്റബിൾസ് നല്ല നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ. അതായത് ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ നീളത്തിൽ വേണം മുറിക്കാൻ. പാസ്ത ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് മുറിക്കുന്നത്. ക്യാരറ്റിന് അത്യാവശ്യം വേവ് വേണ്ടതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ മുറിച്ച ഉള്ളി ചേർക്കാം. ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്ത് വെക്കുന്നത്. ഇതിൽ നമ്മൾ സവാള അല്ലെങ്കിൽ ഉള്ളിക്ക് പകരമായിട്ട് സ്പ്രിംഗ് ഓണിയൻ ആയാലും ചേർക്കാറുണ്ട്. സ്പ്രിംഗ് ഓണിയൻ മാത്രമായിട്ട് ചേർക്കുന്നവരും ഉണ്ട്. അത് നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയ ശേഷം അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ട കുറച്ച് ബ്രൊക്കോളിയും കാപ്സിക്കമുമാണ്. ഞാൻ ഇതിലേക്ക് ബ്രൊക്കോളി ചേർക്കാണ്. ബ്രൊക്കോളി ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായി അടർത്തിയെടുത്ത് പിന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അത് അത്യാവശ്യം ഒരു കുക്കാവും. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. അതിനായിട്ട് ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു. അത് ചെറുതായി കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ച് ഇട്ടതാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കാണ്. ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗാർലിക്കും ഇട്ട് വേണം വേവിക്കാൻ, ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിന്. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി കിട്ടിയ ശേഷം ഇനി നമ്മൾ സോസൊക്കെ ചേർക്കണം. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് സോയ സോസ്, ഷേജ്വാൻ സോസ്, പിന്നെ ടൊമാറ്റോ സോസാണ്. അവസാനമായിട്ടാണ് നമ്മൾ ഈ ക്യാബേജ് അല്ലെങ്കിൽ ചൈനീസ് ക്യാബേജൊക്കെ ചേർക്കുന്നത്. അല്ലെങ്കിൽ അത് ആകെ വാടിപ്പോവും. ഈ നൂഡിൽസൊക്കെ ചേർക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിസ്പിനെസ് പോകും. നമ്മൾ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച നൂഡിൽസ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. നൂഡിൽസ് ചേർത്ത ശേഷം നമ്മൾ അധിക നേരം കുക്ക് ചെയ്യേണ്ടതില്ല കേട്ടോ. നൂഡിൽസ് ഇതിലേക്ക് ചേർക്കാം. നൂഡിൽസ് ചേർക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സോൾട്ട് കുറച്ച് അധികം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അത് നൂഡിൽസ് എന്തായാലും നമ്മൾ ചേർക്കുമ്പോൾ അത് സെറ്റാവും. പിന്നെ നമ്മൾ ഈ നൂഡിൽസ് ചേർത്ത ശേഷം അധികം തവി കൊണ്ട് ഇളക്കരുത്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർക്കാണ്. 2 ഫോർക്ക് യൂസ് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ സോസും വെജിറ്റബിൾസും ഒക്കെ എല്ലായിടത്തും എത്തും. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി മുറിച്ചതും കൂടി ചേർത്താൽ ചിക്കൻ നൂഡിൽസ് റെഡിയാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു റെസിപ്പി ആയിരുന്നു, അതുകൊണ്ട് പെർഫെക്റ്റ് ആയോ എന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. വീഡിയോസ് ഇനിയും കാണുക.